നമ്മുടെ കേരള എത്രയോ സാധ്യതയുള്ളൊരു നാടാണ്. ബട്ട് ഏറ്റവും വലിയ ആസറ്റ് ഗോൾഡ് അല്ല, മൈനിങ് അല്ല, സാൻഡ് അല്ല. ഏറ്റവും വലിയ ആസറ്റ് ഞങ്ങളുടെ യൂത്താണ്. ലോകത്തിൽ ഒരു ഭയങ്കര ഷോർട്ട് ഫോളാണ്, ടാലൻറ്റിൻ്റെ ഷോർട്ട് ഫോൾ. അപ്പോൾ നമ്മളുടെ യൂത്തും നമ്മളുടെ നേഴ്സസും നമ്മളുടെ ഡോക്ടേഴ്സും വേൾഡ് ഓവർ ഭയങ്കര ഡിമാൻഡാണ്. വേൾഡ് ഓവർ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ ഇവിടെ റീറ്റെയിൻ ചെയ്ത് ഇവിടെ അവർ ഇക്കണോമിക് ആക്ടിവിറ്റി, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല? നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് അവരെ ഇക്കണോമിക് ഒരു മാഗ്നറ്റാക്കി നമ്മുടെ കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു മോഡലും ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞ 9-10 കൊല്ലം ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, കേരളത്തിന്റെ ഗ്രാഫ് ഡൗൺ ആയിട്ട് പോകുന്നത്. കടം വാങ്ങിച്ച് ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താ? ഫ്യൂച്ചറിന്റെ റവന്യൂസ് ബോറോ ചെയ്തിട്ടാണ് ഇന്നത്തെ എക്സ്പെൻസസ് നമ്മൾ ചെലവാക്കുന്നത്. അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളാണ്, അത് ശരിയല്ല. അത് ഈ വരുന്ന തലമുറ, വരുന്ന ജനറേഷൻസിന് ഒരു ഇൻജസ്റ്റിസാണ് ചെയ്യുന്നത് നമ്മൾ. ഇന്ന് ആ ഡെറ്റ് എടുത്ത് അവരുടെ ഫ്യൂച്ചർ ചേഞ്ച് വേസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെല്ലാം ഒരു വിഷൻ ഉണ്ടാവണം. ബട്ട് ആ വിഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? അതെ, ഞങ്ങൾക്ക് ഈ ഗ്രാഫ്, ഈ കേരളത്തിൻ്റെ ട്രജക്ടറി മാറ്റി കേരളയിൽ ഒരു മാറ്റം കൊണ്ടുവരണം. കേരള സൗത്ത് ഇന്ത്യൻ്റെ ഈ 5 സ്റ്റേറ്റിൽ ഏറ്റവും പിന്നാലെയുള്ളൊരു സ്റ്റേറ്റ് ആണെങ്കിൽ കേരളയാണ്. അതെ, എല്ലാ പൊളിറ്റിക്കൽ മീറ്റിങ്ങിന് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എല്ലാം പോകുന്നത് ചെന്നൈയിലേക്കല്ലേ. അപ്പൊ ചെന്നൈ നന്നായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ വേഗം വളർന്നു. പിന്നെ 500 കിലോമീറ്റർ ദൂരെ വലിയ വലിയ ഫാക്ടറീസും ആയിരക്കണക്കിൽ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ക്രിയേറ്റ് ഇന്ന് തമിഴ്നാട്. അപ്പോൾ അത് ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല?